പ്രൈസ് ദി ലോർഡ്. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ പ്രഭാതത്തിലും ചെന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും വീണ വായിക്കുകയും നൃത്തം ചെയ്യുകയും ആരാധന കഴിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാ പ്രഭാതത്തിലും പോയി താൻ അത് ചെയ്യുമ്പോൾ തനിക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഓരോ പ്രഭാതത്തിലും പുതിയ പുതിയ അനുഭവങ്ങളാണ്. അങ്ങനെ താൻ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തി, രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാണ്. അനുഭവമാണ് താൻ പറഞ്ഞത്. ഇന്നലത്തെ ദിവസം പ്രാപിച്ച കൃപയല്ല ഇന്ന്, ഒരു പുതിയ അഭിഷേകം, പുതിയ സന്തോഷം. അങ്ങനെ ഒരു പുതിയ സന്തോഷം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലും ദൈവം ഒരു പുതിയ പ്രഭാതം നമുക്ക് ദാനമായി തന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി, സ്നേഹത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ എല്ലാ പ്രഭാതത്തിലും പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതായ പ്രഭാത സന്ദേശം പതിവായി കേൾക്കുന്ന ഒരു സഹോദരിക്ക് കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വലിയ ദർശനം കൊടുത്തു. ആ ദർശനത്തിൽ ഒരു പേപ്പറിൽ 2 വാക്കുകൾ എഴുതി കാണിച്ചു: പാതയെ നിരപ്പാക്കുകയും. അവർക്കത് മനസ്സിലായില്ല. അത് മനസ്സിലായില്ല എന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ചപ്പോൾ അതിൻ്റെ മേളിൽ ദൈവാത്മാവ് വീണ്ടും എഴുതി കാണിച്ചു: യെശയ്യാവ് എബ്രായർ. അപ്പോൾ 2 പാത നിരപ്പാക്കുകയും എന്ന ആശയം കൊടുത്തിരിക്കുന്നു എന്ന് ദൈവാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി. അവരതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ചപ്പോൾ അവരെന്നെയും വിളിക്കുകയുണ്ടായി. എനിക്ക് ഇങ്ങനെ ഒരു ദർശനം ദൈവം എനിക്ക് തന്നു, അതിൻ്റെ വ്യക്തമായ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ജഡവും ഒരുപോലെ അല്ല ദൈവത്തെ കാണുന്നത്. അതുകൊണ്ട് സകല ജഡങ്ങൾക്കും ദൈവത്തെ ഒരുപോലെ കാണുവാൻ തക്കവണ്ണം വളവുകളൊക്കെ നേരെയാകണം, ദുർഘടങ്ങൾ സമമായി തീരണം, എല്ലാ കുണ്ടും കുഴികളും ഒന്ന് നിരപ്പാക്കി നല്ല പാതയാകണം. സാധാരണ പാതയല്ല ഒരുക്കേണ്ടത്, പെരുവഴികൾ ഒരുക്കണം. എന്തിനാണ് ഈ പെരുവഴി ഒരുക്കുന്നത്? അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു: നിർജ്ജന പ്രദേശത്ത്, ആരും ഇല്ല എന്ന് നീ ചിന്തിക്കുന്നതായ സ്ഥാനത്ത്, ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാനും ഒരു വ്യക്തി പോലും എഴുന്നേൽക്കുന്നില്ല എന്ന് നീ കാണുന്ന ദേശത്ത് നിന്റെ മനസ്സിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ നിന്റെ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നീ ദർശിച്ചതിന് ശേഷം അവർക്ക് കൂട്ടമായി കടന്നു വരുവാൻ ഒരു വലിയ പെരുവഴിയെ നീ ഒരുക്കണം. ഇപ്പോൾ ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, പോരാ, ഒരു പെരുവഴി ഒരുക്കുകയും ഒരു കൂട്ടം ആത്മാക്കൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണാൻ വേണ്ടി കടന്നു വരാൻ പോകുന്നു എന്നുള്ളതായ ഒരു സന്ദേശം. ആത്മാക്കൾ കൂട്ടം കൂട്ടമായി ദൈവത്തിൻ്റെ മഹത്വത്തെ അന്വേഷിച്ച് കടന്നു വരുവാനുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കുക, പ്രാർത്ഥിപ്പാനുള്ള വിഷയങ്ങളാണ് ദൈവാത്മാവ് ദർശനമായി പലയിടങ്ങളിലും ദൈവം കൊടുക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വീണ്ടും കടന്നു വരുമ്പോൾ ദർശനത്തിൽ കൂടെ കാണിച്ചിരുന്നതായ ആ ഭാഗം: ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവിൻ. അതിനുശേഷം എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും പറയുകയാണ്, ഇങ്ങനെ ദൈവവും ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു കൂട്ടം ആത്മാക്കളുടെ വലിയൊരു കുത്തൊഴുക്ക് സംഭവിക്കാൻ പോകുന്നതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ തളർന്ന കൈകളും കുഴഞ്ഞ മുഴങ്കാലുകളും ഒക്കെ ഒന്ന് നേരപ്പാക്കണം. നീ ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്റെ കാലുകൾ ഉളുക്കിപ്പോകാതിരിക്കേണ്ടതിന് സൗഖ്യത്തോടും ആരോഗ്യത്തോടും
സൈന്യത്തോടും കൂടെ ഒരു കൂട്ടം ജനത്തിന് നായകനായി നായികയായി നീ നടക്കുവാൻ തക്കവണ്ണം പുതിയ അഭിഷേകം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊള്ളണം. നിന്റെ കാലുകൾ ഉളുക്കിപ്പോകാതിരിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അതാണ് ഒരു റെമഡിയാണ് ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചത്. ദൈവത്തിന് സ്വന്തം നോക്കൂ, യെഹെസ്കേൽ പ്രവചനത്തിൽ ദൈവത്തിന്റെ ദൂതൻ നദിയെ അളക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഗോപുരത്തിന് മുൻപിലുള്ളതായ ജലാശയത്തെ അളക്കുവാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ പറഞ്ഞു പറയുകയാണ്, ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും സകല ചലിക്കുന്ന പ്രാണികൾ എല്ലാം ജീവൻ പ്രാപിച്ച് ചലിക്കും. അതിനുശേഷം അവിടുത്തെ വെള്ളമൊക്കെയും പഥ്യമായി തീരും. ഈ നദി പോകുന്നിടത്തൊക്കെ പഥ്യമായി തീരും, ശുദ്ധമായി തീരും, ശുദ്ധിയുള്ളതാകും. എന്നാൽ അവിടെ ഒരു പ്രത്യേക കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പ് പഠനയ്ക്കായി വിട്ടേക്കുന്നു. അവിടെ പഥ്യമായി വരാത്ത പല ചേറ്റുകുണ്ടങ്ങളും പല കുഴിനിലങ്ങളും ഉണ്ട്. ന്യായപ്രമാണത്തിന്റെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ദർശിക്കുവാൻ കഴിയാത്ത ഒരു കാലം. യോഹന്നാൻ സ്നാപകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെട്ട് സുവിശേഷത്തെക്കുറിച്ചുള്ളതായ ഒരു വലിയ വിളംബരം നടത്തിയപ്പോൾ അതാ അരുളി ചെയ്തത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാവിത്. എന്തുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു? നോക്കൂ, അന്നത്തെ കാലഘട്ടത്തിൽ സകല മനുഷ്യർക്കും രക്ഷയെ കാണുവാൻ ദർശിക്കുവാൻ കഴിയാതെ ദൈവത്തിന്റെ രക്ഷയെ മനസ്സിലാക്കുവാൻ, ദൈവം കൊടുക്കുന്നതായ ആ വലിയ രക്ഷയുടെ അനുഭവത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ, ദൈവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ളൊരു ദർശനം പ്രാപിക്കാൻ കഴിയാതെ ആത്മാക്കളെ തടസ്സം ചെയ്യുന്ന ദൈവവചനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട്, സഭയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആത്മാക്കളെ തടസ്സം ചെയ്ത് രക്ഷയുടെ വഴികളെ കാണാതെ, ദൈവത്തിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന രക്ഷയുടെ മഹത്വത്തെ കാണാൻ ദർശിക്കാൻ കഴിയാതെ ഒരു കൂട്ടം സാധുക്കളെ അമർച്ച ചെയ്തുകൊണ്ടിരുന്നതായ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, സകല വഴികളും നിരപ്പാകും, എല്ലാ ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ ആ രക്ഷയുടെ കടന്നുവരവിനെ കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. ഇവിടെ ഇതാ ദൈവവചനത്തിന്റെ ഒരു ആഹ്വാനം നമ്മോട് ചെയ്യുകയാണ്. എന്താണെന്ന് അറിയാമോ? നിന്റെ കാഴ്ചപ്പാടിൽ നിർജ്ജനമാണ്, വിശുദ്ധനാരുമില്ല, നീതിമാനാരുമില്ല, എല്ലാവരും പാപം ചെയ്തു, ആരും ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ആരും ദൈവത്തെ ആരാധിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തിയായി ഈ നാളുകളിൽ പറയുകയാണ്, അല്ല, നീ വിചാരിക്കുന്നത് പോലെ അല്ല, ഒരു കൂട്ടം ഭടജനം ദൈവത്തിന്റെ രക്ഷയെ കാണുവാൻ വേണ്ടി ആ മഹത്വത്തെ ദർശിക്കുവാൻ ഇതാ കടന്നു വരുവാൻ പോകുന്നു. അതുകൊണ്ട് പാതയെ നിരപ്പാക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദൗത്യം, അത് ഏറ്റെടുക്കുന്ന വിശുദ്ധനാണ്, അത് ഏറ്റെടുക്കുന്ന പ്രാർത്ഥനാ വീരനാർ. ദൈവം നമ്മെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അതിൻ്റെ പ്രയത്നത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? സകലരോടും സമാധാനം ആചരിക്കുക. ഒരു കാലത്ത് പഥ്യമായി വരാത്ത അല്ലെങ്കിൽ കുന്നുകുഴി അല്ലെങ്കിൽ കുണ്ടുകുഴികളും അല്ലെങ്കിൽ ആ ചേറ്റുകണ്ടങ്ങളും ആ കുഴിനിലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ ക്രിസ്തുയേശുവിൽ കൂടെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും ഇല്ല. സകലരോടും സമാധാനവും ശുദ്ധീകരണവും പ്രാപിപ്പാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. ചേറ്റുകണ്ടങ്ങൾ മാറിപ്പോവും, കുഴിനിലങ്ങൾ മാറിപ്പോവും. പരിശുദ്ധാത്മാവ് കടന്നു വരുന്നിടത്തൊക്കെയും ഈ ജലമൊക്കെയും അവിടെയൊക്കെ പരക്കുകളൊക്കെയും പഥ്യമായി വരും, സൗഖ്യമായി വരും. കുഴഞ്ഞ കൈകളും അല്ലെങ്കിൽ തളർന്ന കൈകളും കുഴഞ്ഞ മുഴങ്കാലുകളും നിവർത്തപ്പെടും. എന്തിനു വേണ്ടി എന്നറിയാമോ? ഇല്ലായെങ്കിൽ നിവർത്തപ്പെട്ട് ഈ കാലഘട്ടത്തിൽ നാം ഉണർത്തപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ കാലുകൾ ഉളുക്കിപ്പോകും. ദൈവം തരുന്ന മുന്നറിയിപ്പാണ്. നിങ്ങളുടെ കാലുകൾ ഉളുക്കിപ്പോകാതിരിക്കേണ്ടതിന് നോക്കൂ, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പ്രത്യേക വചനത്തെ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ കൈകൾ തളർന്നതാണ്, ഇപ്പോൾ കുഴഞ്ഞ മുഴങ്കാലുകളാണ്, അതിനെ നിവർത്തുകയും അതിനെ നിവർത്തിയില്ല എങ്കിൽ നിങ്ങൾ ആ സമയം അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ പുറപ്പാടിൻ്റെ സമയം, രക്ഷയുടെ സമയം, ദൈവത്തിൻ്റെ ആത്മാവ് പുറപ്പെടുന്ന ആ സമയം നിങ്ങളുടെ കാലുകൾ ഉളുക്കിപ്പോകും. അത് പെർമനന്റ് ആയിട്ട് ഉളുക്കിയതായി തീരും. ആരെ കൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പോരാ, നീ അതിനുവേണ്ടി ഒരു ഒരുക്കം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം.
നിന്റെ ജീവിതത്തിൽ ഒരു പുറപ്പാടുണ്ടാകണം. നിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രാർത്ഥനയുടെ ഒരു ആത്മാവ് ഭരിക്കപ്പെടണം. കർത്താവേ, കുഴഞ്ഞ മുഴങ്കാലുകൾ, തളർന്ന കൈകൾ എന്നിലുണ്ട്. അതിനെ ബലപ്പെടുത്തുവാൻ, അതിനെ നിവർത്തപ്പെടുവാൻ എനിക്ക് സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ആഹ്വാനമാണ് ദൈവം തരുന്നതായ ദർശനങ്ങൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പാതകൾ ദുർഘടം നിറഞ്ഞതാണ്, നിരപ്പില്ലാത്തതാണ്, വളഞ്ഞതും അനേകം പെരുവഴികൾ അല്ലെങ്കിൽ അനേക വഴികൾ വളഞ്ഞ വഴികളാണ്. ആ വളഞ്ഞ വഴികളിൽ കൂടെ ദൈവം വരത്തില്ല. ദൈവം നേരെയുള്ള വഴികളിൽ കൂടെ വരും. നമ്മൾ പലപ്പോഴും ദൈവത്തെ വിളിക്കുന്നത്, കർത്താവേ, ഞാൻ വളഞ്ഞ വഴികളിൽ കൂടെ പോകുന്നു, ദുർഘടമായ പാതകളിൽ കൂടെ പോകുന്നു, എനിക്ക് കൃപ തരണം, കൃപ തരണം. പക്ഷേ ദൈവം നമ്മോട് പറയുകയാണ്, ഇല്ല, നീ അങ്ങനെ പ്രാർത്ഥിക്കരുത്. നിന്റെ മുൻപിലുള്ളതായ ദുർഘടമായ പാതകളെ നിരപ്പാക്കുവാൻ നിന്നാൽ കഴിയും. നീ അതിനെ നിരപ്പാക്കണം. എങ്ങനെ നിരപ്പാക്കണം? സകല ജഡങ്ങളോടും സമാധാനം ആചരിക്കണം, ശുദ്ധീകരണം ആചരിക്കണം. അങ്ങനെ ശുദ്ധീകരണം ആചരിക്കുമ്പോൾ എല്ലാ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും അവിടെ ഇതാ പഥ്യമായി വന്ന് നിന്റെ ശരീരത്തിലെ ഉളുക്കുകളും നിന്റെ ശരീരത്തിലെ തളർച്ചകളും നിന്റെ ശരീരത്തിലെ എല്ലാ ബലഹീനതകളും മാറി നീ ഒരു ബലമുള്ള വ്യക്തിയായി, ആരോഗ്യമുള്ള വ്യക്തിയായി ദൈവസന്നിധിയിൽ കാക്കപ്പെടുന്നതിനിടയായി തീരും. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നിന്റെ ദേശക്കാരുടെ ഇടയിൽ, സഹവിശ്വാസികളുടെ ഇടയിൽ ആരോഗ്യമുള്ള കാലുകൾ, ആരോഗ്യമുള്ള കൈകൾ, ആരോഗ്യമുള്ള വാക്കുകൾ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയപ്പെട്ട വീരത്വമുള്ളതായ അനേക വിശ്വാസത്തിന്റെ ആ വഴികൾ ദൈവം നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവയെ കാണുവാൻ ദുർഘടമായ പാതകളിൽ നിന്നുകൊണ്ട് വിലപിക്കുന്നവരായി തീരരുത്. നിരപ്പാക്കുകയും സമാധാനം ആചരിപ്പിക്കുകയും അതൊക്കെയും പഥ്യമായി വരട്ടെ. മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മെ അതിനുവേണ്ടി ദൈവം ഒരുക്കുന്നു. അതിനുശേഷം ദൈവം നമ്മെ ശക്തരാക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ബലഹീനതകൾ മാറുന്നു, ആത്മീയ ജീവിതത്തിലെ ബലഹീനതകൾ മാറുന്നു. ദൈവത്തിൻ്റെ വരവിനായി, ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഹ്വാനം, വലിയൊരു ഭാരം, ചിന്ത, ഒരു വലിയ ദർശനം ദൈവം നമ്മളിൽ തരുന്നു. അത് നമ്മളിൽ നിന്ന് കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കുന്നു. വരുവേ, എന്നോടൊപ്പം പാത നിരപ്പാക്കുകയും. ഇതാ ദൈവവും അവന്റെ വിശുദ്ധന്മാരും കടന്നു വരുന്നു. കൂട്ടം കൂട്ടമായി ഒരു വലിയൊരു കൂട്ടത്തെ ഞാൻ കാണുന്നു. ഒരു വലിയൊരു ജനം കൂട്ടം ദൈവത്തിന്റെ രക്ഷയെ കാണുന്നതിന് വേണ്ടി കടന്നു വരുന്നത് ഞാൻ ദർശനം കാണുന്നു. ആ ദർശനം നമ്മെ ജീവിപ്പിക്കും, ആ ദർശനം നമ്മെ ശക്തീകരിക്കും, ആ ദർശനം നമ്മെ ഉണർത്തും, ആ ദർശനം നമ്മെ അഭിഷേകം ചെയ്യും. ഈ അഭിഷേകം കൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ സഹപ്രവർത്തകരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.